ആ മത്ത് ബേബിക്ക് ഭ്രാന്താടാ. പണി കൊടുക്കണോ അവന്? അയാള് വെറും വൃത്തികെട്ടവനാടാ. ലെനയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അയാളുടെ കയ്യിൽ നിന്ന് നിനക്ക് അവളൊന്ന് രക്ഷിച്ചൂടെ? നീ എന്തായി പറയുന്നേ? അവളുടെ മനസ്സിലെ ഹീറോ നീ അല്ലടാ. എന്നാ ഞാൻ പുറത്തുണ്ടാവും. ശരൺ എന്നോട് ക്ഷമിക്കണം. വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാ. എന്താടോ ഇത്? താൻ എന്ത് തെറ്റ് ചെയ്യുന്ന? എന്റെ അപ്പച്ചൻ ക്രൂരനാണ്. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും അപ്പച്ചനെ നല്ലൊരു മനുഷ്യനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. താൻ വിഷമിക്കണ്ട. കാലം മായ്ക്കാത്തായിട്ട് ഒന്നുമില്ല. എല്ലാം ശരിയാവും. താൻ ആ കണ്ണീരോടക്കെ. ശരണ് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഈ മരുന്ന് ഇപ്പൊ കഴിക്കണ്ടാണ്. മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കുറഞ്ഞോളൂ. ആശാൻ അറിഞ്ഞില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പാ പോയത്. തന്റെ അപ്പച്ചനെ കുറെ ചീത്തയും പറഞ്ഞാ പോയത്. മരുന്ന് കഴിക്കണ്ടേ? വേണ്ട, ഞാൻ എടുത്തു തരാം. കുറവുണ്ടല്ലോ അല്ലേ? ഇതാ. മതിയോ? ഞാൻ പോയിട്ട് വരാം. പിന്നെ ഇവിടെ ഒന്നാരും വീട്ടിലറിയണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ മനസ്സിലെ ശരിക്കുള്ള ഹീറോ ആരാണെന്ന്? ലെനെ, ഇത്രയും നേരം നീ എവിടെ പോയിരിക്കുമായിരുന്നു? ശരണ്യെ കാണാൻ ഹോസ്പിറ്റലിൽ വരെ പോയതാ അമ്മച്ചി. ഞാൻ പറഞ്ഞല്ലേ മോളെ, ഒന്നും വേണ്ടാന്ന്. അമ്മച്ചി, നമ്മൾ എന്നെ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാ ശരണ്യെ ക്രൂരത മുഴുവൻ അനുഭവിക്കുന്നത്. ആ പാവത്തിനെ അപ്പച്ചൻ തല്ലി ചതച്ചു. എന്നിട്ടൊരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാത്ത ശരണ്ന്റെ മുഖം മനസ്സിന് മായുന്നില്ല അമ്മച്ചി. എല്ലാം കർത്താവ് കാണുന്നുണ്ട് മോളെ. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് നെഞ്ചിൽ തീയാണ്. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. അമ്മച്ചിക്ക് ഒന്ന് അവിടം വരെ പോക്കൂടെ? വേണ്ട മോളെ, നിന്റെ അപ്പച്ചൻ അറിഞ്ഞാൽ പിന്നെ അത് മതി. ആ, നീ വലുതും കഴിച്ച് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ചെല്ല്. തരകന്റെ മദ്യം ആരെയും കൊന്നിട്ടില്ല. ആ പാരമ്പര്യം അവന് ആ സുബ്രഹ്മണ്യൻ ആവോളം ഉണ്ട്. സുബ്രഹ്മണ്യൻ കാശെറിഞ്ഞ് കളിക്കുമ്പോൾ തരകൻ വിശ്വാസം കൊണ്ട് കളിക്കും. ആൾബലം അത് തരനോടൊപ്പം ഉണ്ട്. അവന്റെ തീക്കിളിയൊക്കെ അങ്ങ് പാണ്ടി നാട്ടി. ഫ്രെഡി, അവന്റെ ആൾക്കാരിൽ ചിലവര് പരിചയമില്ലാത്ത മുഖങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാ കൊള്ളാം. പിന്നെ ആ ചെക്ക് പോസ്റ്റ് കൊടുക്കാനുള്ള കാശ് ലോറൻസിനെ ഏൽപ്പിച്ചേ. ആ ശരി. ബേബി ഇരിക്കെ. വേണ്ട മുതലാളി, ഞാനിവിടെ നിന്നോളാം. എന്നെ എന്തിനാ വിളിപ്പിച്ചേ? ബേബി, ആ ചേറായി സുബ്രഹ്മണ്യൻ എനിക്കെതിരെ കളിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ വരുത്തനല്ലേ. ഇത്രയും കാലം അവനോട് നിന്നിട്ട് താൻ എന്തു നേടി? ഒന്നും നേടിയില്ല. പക്ഷേ സുബ്രഹ്മണ്യനെതിരെ എൻ്റെ കൂടെ നിന്നാൽ ഇത്രയും കാലം കൊണ്ട് സുബ്രഹ്മണ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങൾ വളരെ വലുതാണ്. അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. ബേബിക്ക് എന്താ പേടിയാണോ? അത് തരകൻ, കാഞ്ചിയാർ തരകൻ, സുബ്രഹ്മണ്യൻ, അവന് വേണ്ടി ചിന്തിക്കുമ്പോൾ അത് ഞാൻ എൻ്റെതാക്കി കഴിഞ്ഞിരിക്കും. എനിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ ഞാൻ ആരോടെ നിൽക്കും. ശരി, എന്നാ അങ്ങനെ ആകട്ടെ. ധൈര്യമായിട്ട് പോ. ഞാനുണ്ട് കൂടെ.